മൂവി കാണാം. പ്ലേ. എന്തത്? ഈശ്വര. ഇതായിരുന്നു. വീണ്ടും വന്നല്ലോ. ആരാണ് ഈ സമയത്ത് വെറുതെ മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട്? ഓ, എന്താണ് ക്യൂട്ട് മെറിങ്? ഉറങ്ങാറൊന്നായില്ലേ? എടാ തെണ്ടി, എന്റെ ആത്മാവിനെ ചത്തുവേനെ. അതൊക്കെ ഈ അജുവിന്റെ ഒരു നമ്പർ അല്ലടി. നമ്പർ ഒരൊറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ, മനുഷ്യനെ പേടിപ്പിച്ചത് പോലെ. എന്നിട്ടോ അവന്റെ ഒരു എടി എന്തടി, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്നിട്ട് എന്റെ പകുതി തരുമ്പോഴും നിനക്ക് കിട്ടിയില്ലേ? എടാ നീ ആദ്യം അകത്തേക്ക് കയറി, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇവിടെ ആക്ച്വലി നാട്ടുകാർ മൊത്തം ഭയങ്കര സദാചാരക്കാരാ. നീ വാ. അവരോട് പോവാൻ പറ. ബ്ലഡി ഓൾഡ് സ്കൂൾ ക്രീപ്സ്. അഞ്ചും കൂടെ വന്നേനി. വെറുതെ എനിക്ക് പണി പഠിച്ചു തരല്ലേ? നീ വരുന്ന ആരും കണ്ടിട്ടോ? ഇവിടെ ആരും ഇല്ലേ? ഇവനെന്തിനുള്ള പുറപ്പാടാ? ഇത് കൊറേ ഉണ്ടല്ലോ. എടി കൊള്ളാലോ സെറ്റപ്പ്. ഇതൊക്കെ നിന്റെ പരിപാടിയാണാ? പിന്നല്ല, ഞാനൊരു മോള്. എന്ത് ചെയ്യാനാ? ഇതെന്താ സംഭവം? പടം കാണായിരുന്നാ? ഹൊറർ. മോളൂസേ, ഇത് ഹൊറാണല്ലോ. നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു? എടി കുറച്ച് വെള്ളം എടുത്തേ. ഭയങ്കര ക്ഷീണം. ഒന്ന് കേറിയില്ല തുടങ്ങിയത്. ഞാൻ ഇത്ര ദൂരം നിന്നെ കാണാൻ വേണ്ടി വന്നിട്ട് പ്ലീസ് ഡി. ശരി. എന്ത് ശല്യമാണ് അവനെ കൊണ്ട്. ബ്ലഡി ഫുൾ. പോയി. ഈ കിഴങ്ങിനിപ്പോ എന്താ കൊടുക്കുക? വെള്ളൊക്കെ കുടിച്ചാൽ മതി. ഇവനൊക്കെ ഉണ്ട്. ഇന്നാ നിന്റെ വെള്ളം. Happy birthday to you. Happy birthday to you. Happy birthday dear Marine. Yay! എടാ നീ എന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാ? പിന്നല്ല. ഞാൻ തീരെ വിചാരിച്ചില്ല നീ എന്റെ ബർത്ത്ഡേ ആലോചിച്ച് വെക്കുന്നുള്ള കാര്യം. താങ്ക്സ് എടാ മുത്തേ. അജ്ജൂ ഊതട്ടെ. കനവുകളെല്ലാം കാതിൽ പറയുകമല്ലേ, ഞാനോ അതിലികൾ നീർത്ത പാട്ടിലുള്ള ശ്രുതിയാവാ. നിലവുകളെല്ലാം പ്രാവായി കുറുകുവിനേരം, ദൂരെ ഒരു കുറുമ്പിന്റെ കൊഞ്ചലിന്ന് കാതോർക്കാം. നിറവ് തേടുന്ന യാത്രയിൽ ചുരവഴികൾ നേരുന്നു ബാബുകൾ. ചിരികൾ പൂക്കുന്ന പുതിയ കാലത്തെ ഇതിലെ വരവേൽക്കാം. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്ന് പ്രണയമധുരം നുകരുന്ന യാമങ്ങളായി, തിരുനാളമായ താരകങ്ങൾ പോലും വിഴിച്ചിമ്മിമായുന്നു നാണം പൊതിയേ. Newton's third law states that every action has action. Every action has an equal and opposite reaction. Newton's third law states that every പിന്നെ ആക്ഷൻ്റെ അവിടെ പോയി
Every action has an equal and opposite reaction. Newton's third law states that every action has an equal and opposite reaction. തന്നെ പെട്ടെന്ന് ന്യൂട്ടൺ ന്യൂട്ടനും വലിപ്പം ഏയ് കുഴപ്പമില്ല. ശരിയാകത്തില്ല. ഒന്ന് പോയിട്ട് വരാം. പരിപ്പ് നിക്ഷേപിക്കാം. എടാ എടാ അജു തുറക്കടാ. എടാ 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 ഒന്ന് തുറക്കടാ. ഇത് എത്ര നേരമായി? എടാ അതിൻ്റെ ഇടയിൽ ഒരു കണ്ണാടി. എടാ എടാ തുറക്കടാ. ഇത് പുളി തന്നെയാണോ അതിനകത്ത്? എടാ മൈര ഒന്ന് തുറക്കടാ. എത്ര നേരമായി? ഓ എടാ തുറക്കടാ. ഓഫ്. എടാ എടാ പുറത്ത് വന്ന് ഫോൺ എടുക്കാനോ? എടാ ഇറങ്ങടാ ഇങ്ങോട്ട്. ഇതാരീ സമയത്ത്? എടാ ഒന്ന് തുറക്കടാ. നീ പുറത്ത് വന്ന് എടുക്കടാ അത്. ഹലോ. ആ എടാ നീ ദിവ്യയുടെ പാട്ടിക്ക് വരുന്നുണ്ടോ? ഞാൻ ഒന്നുമില്ല, ചുമ്മാ ബോർ പരിപാടി. പ്ലീസ് വാ. നീ ഇത് ഓരോന്ന് കഴിയുമ്പോ വിളിച്ചോണ്ടിരിക്കുന്നേ. എനിക്ക് വേറെ പരിപാടി ഉണ്ട്. എനിക്ക് എടാ നിന്നെ ഇത് നോക്കി നീ ആരുടെ അടുത്താ ഇതൊക്കെ പറയുന്നേ? എടാ വാടാ, നല്ല ഫണ്ണായിരിക്കും. എടാ ഇടി ഞാനില്ല, നീ പോയിക്കോ. ഈ കണ്ട ബർത്ത്ഡേ പരിപാടിക്കൊന്നും വരാൻ അജുവിനെ കിട്ടൂല. ബർത്ത്ഡേയോ? പിന്നെ അവിടെ നിന്റെ കൂട്ടുകാരികൾ മാത്രമേ ഉണ്ടാവും. അവിടെ ഞാൻ പോസ്റ്റ് ആയിരിക്കും. എനിക്ക് വയ്യ. പിന്നെ ഇത് നിന്റെ സ്ഥിരം പരിപാടി. എന്നെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയി പോസ്റ്റ് ആക്കല്. പ്രാവശ്യം എന്നെ കിട്ടൂല മോളെ. നീ വേറെ ആളെ നോക്ക്. എന്റെ അച്ഛൻ നിങ്ങക്ക് പണ്ടത്തെ പോലെ ഒരു സ്നേഹല്ലോ കേട്ടോ. എടാ പ്ലീസ്, ഞാൻ പറയുന്നേക്ക്. നീ വരാണെങ്കിൽ ഞാൻ നല്ലൊരു കുട്ടീനെ ഉറപ്പായിട്ട് സെറ്റ് ചെയ്ത് തരാം. ഓ ഓ പിന്നെ എനിക്കെന്താ കിട്ടാത്ത പോലെ. ഓ ശരി, എന്നോക്കെ ബൈ. ഓക്കല്ലേ നിനക്ക്. അല്ലെങ്കിൽ ഞാനും വരാം. നിന്റെ മമ്മി എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാ നിന്നെ ശ്രദ്ധിക്കണമെന്ന്. അയ്യടാ വാവാ പുന്നുവൻ. ശരി. ഹായ് റിൻസി, കുറെ കാലയില് കണ്ടിട്ട്. ഓ അല്ല ഞാൻ അല്ല ഹേയ്. നെക്ലസ് വളരെ നന്നായിട്ടുണ്ട്. ഓ താങ്ക് യു. വലിയ ശല്യമായിരുന്നു. ബൈ ദ വേ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ഓ കുഴപ്പമില്ല. കുഴപ്പമില്ല, ആ അത്രേ ഉള്ളൂ. ആ കുഴപ്പമില്ല. ലാസ്റ്റ് വീക്ക് ഞാനൊരു കാർ വാങ്ങിയിരുന്നു, കണ്ടിരുന്നു? ഇല്ല ഇല്ല ഇല്ല. മെർൺ ഫ്രീ ആണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ റൈഡ് സം ഡേ. അത് ഞാൻ ഇന്നലെ രാത്രി എത്തി. ഇന്ന് ദിവ്യയുടെ ബർത്ത്ഡേ. ഞാനിന്ന് അങ്ങോട്ടേക്ക് പോട്ടെ. ഓക്കെ. ബൈ ദ വേ മെറിൻ സിംഗിൾ ആണോ? യാ, ഐ ആക്ച്വലി കമ്മിറ്റഡ് ടു ദാറ്റ് ഗൈ. ഓ ഓക്കേ. തണ്ടി സമ്മതിക്കൂല. എവിടെ നോക്കിയാലും ഉണ്ടല്ലോ ഇത്. ഓ ഇവിടെ വലിഞ്ഞു കയറി വന്നിരിക്കുക. Such a bad guy. എന്നാ ഞാൻ പോട്ടെ. ആ ഓക്കെ. വണ്ടി ഡീസൽ കുറവാ. ഷോ പോയിക്കോ. ഇപ്പൊ തന്നെ അടിച്ചിടണം. ഓക്കെ ബൈ. നിന്റെ ഹെയർ കൊള്ളാലോ. എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നാച്ചുറൽ. കൊള്ളാം കേട്ടോ. ഞാൻ യൂട്യൂബ് നോക്കി ഓരോന്നൊക്കെ ട്രൈ ചെയ്യും, പക്ഷെ ഒന്നും സെറ്റ് ആവാറില്ല. അജു ഇത് ഒരു മിനിറ്റ് ഒന്ന് വരുമോ? നിനക്കെന്താണ്? ബാ
നിന്നോടല്ലേ വരാൻ പറഞ്ഞു. എന്താണ് വാങ്ങോട് നടക്കും. കാര്യം പറയ്. മെറിനെ നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കൊണ്ടോ. ഞാനെന്താ ചാക്കുയി വലിച്ചുകൊണ്ടുപോവാൻ? എന്താണ് ഇതെന്ത് കഷ്ടത്? നീ എന്തിനാ കണ്ടു കണ്ട് പെമ്പിള്ളേരോടൊക്കെ സംസാരിക്കാൻ പോണേ? എന്തേ നിനക്ക് പിടിച്ചില്ലേ? ഇല്ല, പിടിച്ചില്ല. ഈ പെളിത് ഷാറുഖ് ഖാനാണ് വിചാരം. ചേട്ട നിനക്കല്ലേ ഞങ്ങളെയൊന്നും ഓർമ്മയില്ലാത്ത. ഇവിടെ ആരടുത്തായിരിക്കും സംസാരിക്കുന്നത്? ഓഹോ എടാ, അത് ഞാനില്ലേ ചെറുതായിട്ടൊരു വർക്കിൽ പെട്ടുപോയി. എന്താ മോനെ, ആ കൊച്ചിനെ സെറ്റാക്കാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? ആ ഒന്നും ശരിയാവൂലടി. അതെന്താ, ആ കൊച്ചിനെന്താ കുഴപ്പം? ഇനി നിനക്ക് വേണ്ടി ഞാൻ വല്ല ജാക്ലിൻ ഫെർണാണ്ടസിനെ കണ്ടുപിടിക്കേണ്ടി വരുമോ? എടി അവളുടെ ചോദ്യം അത്ര ശരിയല്ലടി. എന്താ അവളെന്താ ചോദിച്ചേ? അതൊന്നും കുട്ടികൾ അറിയേണ്ട കാര്യമല്ല. എടാ പറയടാ പ്ലീസ്. അല്ലെങ്കിൽ ഞാൻ മിണ്ടൂല. അവളുടെ അടുത്ത് വെർജിൻ ആണോ എന്നൊക്കെ ചോദിക്കുക. ഈ സെയിം അവസ്ഥയായിരുന്നു എനിക്കും അവിടെ. നീ ശരിക്കും വെർജിനാണോ? അത് നിങ്ങക്ക് കംഫർട്ട് ആണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എടി ഞാൻ ശരിക്കും വെർജിനാ. Oh my God, are you virgin? ഞങ്ങൾ വെർജിൻ ആൾക്കാർക്ക് എന്താ ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾ മനുഷ്യന്മാരല്ലേ. സോറി അല്ലേ, ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മര്യാദയ്ക്കുന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി നിലത്തേക്ക് ഇടും കേട്ടോ. പറഞ്ഞില്ലാന്ന് വേണ്ട. എടാ ശരി എന്നാ, എനിക്ക് നാളെ ഓഫീസിൽ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നിന്നെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. എവിടെയെങ്കിലും പോ. എന്നെ കല്യാണം ആലോചിച്ചത് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? എനിക്ക് ആലോചിക്കാനൂടെ വയ്യ. രസമാണ്, പക്ഷെ താടിയില്ല. നാട്ടുകാരെയൊക്കെ വിളിക്കണം. മുഴുവൻ ചെലവാ. ഹോള് വാടക, ഡ്രസ് എടുക്കണം, ഫുഡ്, പ്രശ്നമാണല്ലോ. എന്താടാ, എന്താ പ്രശ്നം? വീട്ടുകാര് ചുമ്മാ. എന്താ കാര്യം പറയ്. വീട്ടുകാർ ചുമ്മാ കല്യാണം എന്നൊക്കെ പറയും നിർബന്ധിച്ചോണ്ടിരിക്കുക. ഞാനിവിടെ കോഴ്സും പൊട്ടി പണ്ടാരം ഇറങ്ങിയിരിക്കുമെന്ന് അവർക്കറിയാവൂ. ഇതൊക്കെ ഞാൻ എന്ന് പഠിച്ചു തീരാന്. ഷോ, അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കല്യാണപ്രായം തോന്നുമോ? അതില്ല. അതവർക്ക് തോന്നുന്നില്ല. ഇത് തന്നെ ഇന്നലെ മെറിനു എൻ്റെ അടുത്ത് പറഞ്ഞേ. ഏയ് ഒന്നുമില്ല. എന്തോ ഒരു വല്ലാത്ത നോട്ടം. മെറിൻ്റെ കാര്യം ഇപ്പം ഇവിടെ പറയേണ്ട കാര്യം തന്നെ. ഡേഹി അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അത്രേ ഉള്ളൂ. കേട്ടിട്ടുണ്ട്. എടാ നിന്നെ പോലുള്ള എല്ലാവന്മാരും ഇത് തന്നെയാണ് പറയുന്നത്. എടാ ഇന്നലെ അത് നിന്റെ കൈ നൂരാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അപ്പം നിനക്ക് അവളോട് ഇതുവരെ ഒരു ഫീലിങ്സും ഉണ്ടായിട്ടില്ല? നിങ്ങൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ലേ? ഒന്ന് പോയടാ. ഒന്നുമില്ല, ഒന്നും നടന്നിട്ടില്ല. അയ്യേ, ഞാനൊരു കാര്യം പറയാം. നീ ലോക സിംഗിള്, അവള് യൂണിവേഴ്സൽ സിംഗിള്. എന്നാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ സെറ്റായിക്കൂടെ? കഴിഞ്ഞ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വേറെ ഏതെങ്കിലും കോന്തൻ്റെ ഗേൾ ഫ്രണ്ട് ആകുന്നതിന് മുമ്പ് നീ പോയി സെറ്റാക്കാൻ നോക്ക്. അല്ല പിന്നെ എൻ്റെ കയ്യിലെങ്ങനെ കിട്ടണം. ഇനി ഞാനെങ്ങനെ എൻ്റെ കല്യാണം മുടക്കും? അപ്പൂപ്പനുമായിട്ടും സംസാരിക്കാം. പുള്ളി ഇനി അടിച്ച് ഓഫായിരിക്കുമോ? ഇവനിത് പറഞ്ഞു പറഞ്ഞ് എന്നെ അവളെ ഒരു വഴി കാക്കുവോ? മനുഷ്യന് ഉറക്കം കിട്ടാനില്ല. എന്ത് കഷ്ടത്. അയ്യോ ഒന്നും കാടില്ലല്ലോ. സാധനം ഫോണെവിടെ? ഹലോ
ഹലോ നിനക്ക് ഉറക്കൊന്നുമില്ലേ? പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? എടാ ആകെ ഷോകാടാ. എന്തുപറ്റി? എടാ ഞാൻ സ്ക്വിഡ് ഗെയിം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സീസൺ 2. അതിൽ ലാസ്റ്റ് എപ്പിസോഡ് ആയപ്പോഴേക്ക് ഒരു 7 എപ്പിസോഡ് ആയപ്പോഴേക്ക് അവർ എൻഡ് ചെയ്യിച്ചു. പിന്നെ അങ്ങോട്ടൊക്കെ ഉറക്കം കിട്ടുന്നില്ല. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം? നീ എന്തേലൊക്കെ സംസാരിക്ക്, അപ്പം എനിക്ക് വേഗം ഉറക്കം വരും. മതി മതി, നീ പോയി കിടന്ന് ഉറങ്ങിക്കേ. എടാ എന്തെങ്കിലുമൊക്കെ പറ. എൻ്റെ പൊന്നോ, എനിക്ക് കിടന്നുറങ്ങണം. ഒന്ന് പോയി തരുമോ നീ? ആ എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഇവളുടെ ഒരു കാര്യം. നിന്റെ ഉറക്കം പോടാ തെണ്ടി. എന്ത് കഷ്ടൻ്റെ മോദവ. ഇവളാ? എന്തോ കാര്യമായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ. സാധാരണ ഇങ്ങനെ ടൈപ്പിംഗ് ഒന്നും വരാത്താണല്ലോ. എന്തോ പറ്റിയത്? നോക്കാം. എന്തായിരിക്കും നാളെ പറയാനുണ്ടാകുക? എന്തിനായിരിക്കും ഇത്ര അർജന്റ്? എടീ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആഹാ, ഇതിപ്പോ ഞാൻ നിന്നെയാണോ സംസാരിക്കാൻ വിളിച്ചത് അതോ നീ എന്നെയോ? അതെ. ശരി പറ. വേണ്ട, നീ പറഞ്ഞോ. എടാ ലാസ്റ്റ് നൈറ്റ് വിവേകിനെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു എനിക്ക് ആക്ച്വലി എൻ്റെ വൈബിനനുസരിച്ച് കുറച്ചുകൂടെ അടുത്തറിയാവുന്ന ഒരാളാണ് ഡേറ്റ് ചെയ്യാൻ ആഗ്രഹമെന്ന്. ബട്ട് അറ്റ് ദി സെയിം ടൈം എനിക്കാണെങ്കിൽ സിംഗിൾ ലൈഫ് ഭയങ്കരമായിട്ട് ബോറടിച്ചു. ലൈഫിലാണെങ്കിൽ ഒരു ഫണ്ണും ഇല്ല. എത്രയെന്ന് വെച്ചിട്ട് ഈ മെക്കാനിക്കൽ ലൈഫായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാ. അത്രേ ഉള്ളൂ. അതിനൊരു പോം വഴിയുണ്ട്. എന്താ? അതിന് നീ ഓക്കെ ആണെങ്കിൽ നിന്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് തീരുമാനമായിരിക്കും അത്. ആ ഒരു ഡിസിഷൻ എടുക്കുവാണെങ്കിൽ മോളെ നിന്റെ ലൈഫ് സെറ്റാണ്. കാര്യം പറയടാ പുല്ലേ. എടി, അതായത് ഈ ഫ്രണ്ട് സീരീസിലെ മോനിക്കയും ചാൻഡലറയും പോലെ പോലെ നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചാലോ? നമുക്കോ? എൻ്റെ പൊന്നർജുനെ, നീ തമാശ കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. എടി മിർനെ, ഐ ലവ് യു. എടി ഐ ആം സീരിയസ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ ലൈഫിലും ഞാൻ ഇത് ആലോചിച്ചിട്ട് റിഗ്രറ്റ് അടിക്കും. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. എടാ അർജുനെ, നിനക്കറിയാലോ ഈ സീരീസ് പോലെ നല്ല ലൈഫ്. എടി എനിക്കത് അറിയാം, പക്ഷെ ആഗ്രഹിക്കുന്നത് തെറ്റില്ലല്ലോ. അജു, നിനക്കറിയാലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എടാ അതുപോലെ നിന്നെയും കൂടെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ.
പിന്നെ നിനക്ക് തന്നെ അറിയാലോ ശ്രേയയുടെ അശ്വിൻ്റെ കാര്യം. ഓൾറെഡി അവർ കമ്മിറ്റ് ആയതിനു ശേഷം ഫ്രണ്ട്ഷിപ്പും ഇല്ല, റിലേഷൻഷിപ്പും ഇല്ല. അതുപോലെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയാലോ? എടി മതി. എടി ട്രസ്റ്റ് മീ, ഐ ബിലീവ് യു ആർ പെർഫെക്റ്റ് ഫോർ ഈച്ച് അതർ. എടി നമ്മൾ എന്തായാലും അശ്വിനെ ചിൻസിയാൻ പോലെ ആവില്ല, അതെനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. അശ്വിന് ശ്രേയ ആ അത് തന്നെ, അവരെ പോലെ എന്തായാലും നമ്മളാവില്ല. കാരണം 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 ആ കാരണം ഇറ്റ്സ് ഇൻഎക്സ്പ്ലിക്കബിൾ. എന്തോന്ന്? ആ ഫ്ലോകളല്ലേ, നീ ഗൂഗിൾ ചെയ്ത് നോക്കിയേ. ശരി, കുറെ വർത്തമാനം പറഞ്ഞല്ലേ, നീ ജ്യൂസ് കുടി. ഓക്കെ. കുടിച്ചു നോക്ക്. വേണ്ട, അയ്യോ വേണ്ട.